ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് പൊതുവെ NRIസിനോട് വെറുപ്പാണ് എന്നൊരു തോന്നലുണ്ടോ? തോന്നലല്ല, അതൊരു പരസ്യമായ രഹസ്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ NRIസിനോടുള്ള ദേഷ്യം ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന കുറെ ആൾക്കാരെ കാണാൻ കഴിയും. സ്റ്റുഡന്റ് വിസയിൽ പോകുന്നവരെ സായിപ്പിന്റെ പാത്രം കഴുകാനും അപ്പികോരാനും പോകുന്നവർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക. ഭാര്യയുടെ കൂടെ ഡിപെൻഡന്റ് വിസയിൽ പോകുന്നവരെ പാവാട വിസ എന്ന് പറഞ്ഞ് കളിയാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയെ പറ്റിയോ കേരളത്തെ പറ്റിയോ ഒന്നും പറയാനുള്ള അവകാശമില്ല എന്ന് വരെ പറഞ്ഞു കളയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് NRIസിനോട് ഇത്ര വെറുപ്പ്? നമുക്കൊന്ന് നോക്കിയാലോ. ഒരു NRI അല്ലെങ്കിൽ പ്രവാസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമാണ്. ഒരു സൈഡിൽ നോക്കിയാൽ ആളുകൾക്ക് ഇവരോട് പ്രത്യേക അഡ്മിറേഷൻ ആണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ, ഫിനാൻഷ്യൽ സക്സസ്, അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, ഇതൊക്കെയാണ് ആരാധനയ്ക്കുള്ള കാരണങ്ങൾ. അതേസമയം അവരോട് വെറുപ്പുമാണ്. സഹിക്കാൻ പറ്റാത്ത ഷോ ഓഫ് ആണ്. ഏത് നേരവും നാടിനെ കുറ്റം പറഞ്ഞ് ജീവിക്കും. നമ്മുടെ കൾച്ചറിൽ നിന്നൊക്കെ മാറിപ്പോയി പൊങ്ങച്ചവും ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലും മറ്റുള്ളവരെ കാണിക്കലാണ് പണി. ഇതൊക്കെയാണ് വെറുക്കാനുള്ള കാരണങ്ങൾ. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് വിദേശത്തെത്തിയാൽ ഉടനെ പലരും വ്ലോഗ് തുടങ്ങും. അവരുടെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കാണിച്ചുകൊണ്ട്. അതിൽ പലതും ഉണ്ടാകും. അവരനുഭവിക്കുന്ന ഫ്രീഡം മുതൽ അവരുടെ അടിപൊളി വീട്, കാറ് പോലുള്ള ആഡംബരം തുടങ്ങി നാടിനെ മിസ് ചെയ്യൽ, അങ്ങനെ പല പല സംഭവങ്ങൾ. അവരുടെ ജീവിത രീതിയും കൾച്ചറും വരെ പാടെ മാറി എന്ന് കാണിക്കുന്ന തരത്തിലായിരിക്കും പലപ്പോഴും ഇത്തരം വ്ലോഗുകൾ. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഇതിനെയൊക്കെ അഹങ്കാരം, പൊങ്ങച്ചം എന്ന രീതിയിലായിരിക്കും പലരും നോക്കി കാണുക. അതുപോലെ വ്ലോഗ് ഇല്ലാത്തവർ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതും അവരുടെ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നതും വരെ നാട്ടിലിരുന്ന് കാണുന്നവർക്ക് പൊങ്ങച്ചമായി തോന്നാം. NRIസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി അവർക്ക് ഇത്തിരി സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നതാണ്. അതായത് NRI ആയി കഴിഞ്ഞാൽ ഉടനെ നാട്ടിലുള്ള സകലതിനെയും കുറ്റം പറയാൻ തോന്നുക. ഇൻഫ്രാസ്ട്രക്ചർ ശരിയല്ല, കൾച്ചർ ശരിയല്ല, അതൊക്കെ അങ്ങ് ജർമ്മനി, ഇതൊക്കെ അങ്ങ് UK എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നാടിനെ ഒന്ന് പൊക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അൺഇന്റൻഷനലി ആണെങ്കിലും കേൾക്കുന്നവർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നാനിടയുണ്ട്. US-ലാണെങ്കിൽ ഇതുപോലൊന്നും സംഭവിക്കില്ല, ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഡീസന്റ് ആയി പെരുമാറിക്കൂടെ എന്നൊക്കെ കൂടെ കേൾക്കുമ്പോൾ അമ്പോ തള്ളു തുടങ്ങിയെന്ന ഒരു ലെവലിലേക്ക് എത്തും. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു കാര്യം പറയാനുണ്ട്. പ്രവാസികൾ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരും കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയ പങ്കും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്. എന്നാൽ ഇങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന പ്രവാസികൾ പലപ്പോഴും മറന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും കുടുംബത്തെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കാകാം. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ സമ്പാദിക്കുന്നു, കുടുംബത്തിന്റെ ചെലവുകൾ നോക്കുന്നു, അങ്ങനെ കുടുംബം നന്നായി പോകുന്നു. എന്നാൽ നാളെ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുകയോ മറ്റോ ചെയ്താൽ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഇന്നത്തെ പോലെ തന്നെ തുടരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പലരും അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇവിടെയാണ് ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യം. പോളിസി ഹോൾഡർക്ക് പോളിസി കാലയളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണം സംഭവിച്ചാൽ ഫാമിലിക്ക് വലിയൊരു തുക കവറേജായി കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസിന്റെ ലഘുവായിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രൂപമാണ് ടേം ഇൻഷുറൻസ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് 820 രൂപ പോലുള്ള ചെറിയ തുകയ്ക്ക് 2 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻസ് കാണാൻ കഴിയും. ഇവിടെ ഇന്ത്യയിലെ 51ഓളം മികച്ച കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്ലാൻ എടുക്കാം. പ്രവാസികൾക്ക് 18% GST ഇളവുണ്ട്. കൂടാതെ ആനുവലായി പ്രീമിയം അടച്ചാൽ 5% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. അങ്ങനെ ആകെ 23% വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. കൂടാതെ NRIs ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പല പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു ടേം പ്ലാൻ എടുത്തു വെക്കുക. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. പ്രവാസികളോട് നാട്ടിലുള്ളവർക്ക് വെറുപ്പ് തോന്നാനുള്ള രണ്ടാമത്തെ കാര്യം അവരുടെ കൾച്ചറൽ ഡിസ്കണക്ഷൻ ആണ്. കുറേയധികം വർഷം പുറത്ത് ജീവിച്ചവരുടെ രീതികൾ നാട്ടിലേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അവരുടെ ബോഡി ലാംഗ്വേജ് വരെ ഫോറിൻ ആയിരിക്കും. എപ്പോഴും താങ്ക് യു, സോറി ഒക്കെ പറയുക, ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഡോർ തുറന്നു പിടിക്കുക, അങ്ങനെ നമുക്ക് അപരിചിതമായ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ അവരെ പരിഹസിക്കാനാണ് പലർക്കും തോന്നുക. നാട്ടിലെ മറ്റുള്ളവരുമായി ബ്ലെൻഡ് ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് അവരുടെ സമ്പത്ത് കാണിക്കലാണ്. NRIs പലപ്പോഴും അവരുടെ സമ്പത്ത്, അവരുടെ സക്സസ്, ലക്ഷറി കാർ, ബ്രാൻഡഡ് ക്ലോത്ത്സ്, എക്സോട്ടിക് വെക്കേഷൻസ് ഇതൊക്കെ ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ നാട്ടുകാരെ ഒന്ന് കാണിക്കുക, അവരുടെ അഡ്മിറേഷൻ കണ്ടൊന്ന് സന്തോഷിക്കുക, ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ ഒറ്റപ്പെടലിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അവരുടെ മാർഗങ്ങൾ. എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയപ്പോൾ അതിന് വലിയ എന്തൊക്കെയോ നേടി എന്ന് സ്വയം കാണിക്കാനുള്ള ഒരു ത്വരയാകാം. എല്ലാ പ്രവാസികളുടെ കാര്യമല്ല പറയുന്നത്. എന്നാലും ചിലരുടെ ഈ ഷോ ഓഫ് നാട്ടുകാരിൽ വലിയ ദേഷ്യവും അസൂയയും ഉണ്ടാക്കുമെന്നത് തർക്കമില്ല. അടുത്തത് NRIസിന്റെ പ്രശ്നമല്ല, അത് നമുക്ക് അവരോട് തോന്നുന്ന അസൂയ, സ്വയം തോന്നുന്ന ഇൻസെക്യൂരിറ്റി, ഇത് രണ്ടുമാണ്.
സോഷ്യൽ മീഡിയയിലൊക്കെ NRIസിനെ അബ്യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. പലരുടെയും ഫോറിൻ ഡ്രീമാണ് മറ്റു ചിലർ സ്വയം ജീവിക്കുന്നതായി ഇവർ കാണുന്നത്. ബെറ്റർ സാലറി, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. നമുക്കറിയാവുന്ന നമ്മുടെ കൂടെ നാട്ടിൽ ബുദ്ധിമുട്ടിയിരുന്ന ഒരാൾ ഇന്ന് ഇതൊക്കെ അച്ചീവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് കാണുമ്പോഴുള്ള ഒരുതരം ഇൻസെക്യൂരിറ്റി, ഇതും NRIസിനോടുള്ള ദേഷ്യത്തിന് കാരണമാണ്. അടുത്തത് കുറച്ച് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. NRIസിന്റെ നാട്ടിലെ റിലേറ്റീവ്സുമായുള്ള ബന്ധം പലപ്പോഴും സ്ട്രെയിൻഡ് ആയിരിക്കും. റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതും ടൈം സോൺ ഡിഫറൻസും ഒക്കെ അവരുടെ റിലേഷൻഷിപ്പിലെ ഗ്യാപ്പിനെ ഒന്നുകൂടെ വലുതാക്കും. നാടുമായും നാട്ടിലെ സ്വന്തക്കാരുമായും ഒരു ബോണ്ട് ഇല്ലാതെയാകുന്ന അവസ്ഥ അവരെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. പതിയെ പതിയെ നാട്ടിൽ എല്ലാവരിൽ നിന്നും ഒരു അകൽച്ച തനിക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും വേറൊരു രീതിയിലാകും. ഈ അകൽച്ചയെ NRIസിന്റെ അഹങ്കാരമായി കണ്ട് അവരോട് ദേഷ്യം കാണിക്കുന്നവരും ഉണ്ട്. വിദേശത്തിരുന്ന് നാട്ടിലെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സംഭവങ്ങളിൽ ശക്തമായ അഭിപ്രായം പറയാൻ നിൽക്കുന്നവരെ നിനക്കൊക്കെ ഞങ്ങളുടെ നാടിനെ കുറിച്ച് പറയാൻ എന്ത് അവകാശം എന്ന് പറഞ്ഞ് നിശബ്ദരാക്കാൻ നോക്കുന്നവരുമുണ്ട്. നാട്ടിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ നാടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്നാണ് അവരുടെ ഒരു ഇത്. മറ്റൊരു രാജ്യത്ത് സുഖിച്ചിരുന്ന് നീ അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ നാടിന്റെ പ്രശ്നം പറയേണ്ട എന്നൊരു ലൈൻ. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും NRIs എല്ലാം അഹങ്കാരികളാണ്, പൊങ്ങച്ചം കാണിക്കലാണ്, നാടുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണ് എന്ന സ്റ്റീരിയോടൈപ്പ് നല്ലതല്ല. കാര്യം ഇത്തിരി ഷോ ഓഫ് ഒക്കെ ചിലരൊക്കെ കാണിച്ചാലും ഒറ്റപ്പെടൽ, വിസ പ്രശ്നങ്ങൾ, റേസിസം, കൾച്ചറൽ ഐഡന്റിറ്റി ക്രൈസിസ്, അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ പോകുന്നവരാണ് ഓരോ പ്രവാസിയും. നാട്ടിൽ ജീവിക്കുന്നവർക്ക് NRIസിനോട് ദേഷ്യം, NRIസിന് നാട്ടിൽ ജീവിക്കുന്നവരുടെ പുച്ഛം, ഇതൊക്കെ ചില അറിവില്ലായ്മകളിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടും ഉണ്ടാകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് ഭാഗത്തും അവരവരുടേതായ സ്ട്രഗിൾസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. എവിടെയായാലും എന്തിന്റെയെങ്കിലും ഒക്കെ ഭാഗമാകാനാണല്ലോ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. സ്നേഹം, റെസ്പെക്ട്, കണക്ഷൻ, ഇതൊക്കെ തന്നെയാണ് എവിടെയായാലും മുഖ്യം. ദേഷ്യം അത്ര നല്ലതല്ല. അപ്പൊ എന്തായിരിക്കും പലർക്കും NRIസിനോട് വെറുപ്പ് തോന്നാനുള്ള കാരണം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പായി ഇത്തരം ടേം ഇൻഷുറൻസിനെ കാണാം. ഇതൊരു മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ 51ലധികം കമ്പനികളെ താരതമ്യം ചെയ്ത് 23% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.